വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദമായി ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ മുഖ്യമായും മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞാൻ പരിശുദ്ധ പിതാവുമായി അർജന്റീനിയൻ ദേശീയ ന്യൂസ് സർവീസായ ടെലാം നടത്തിയ ഒരു ഇൻ്റർവ്യൂ, അവരെ സംപ്രേഷണം ചെയ്ത കാര്യം മാർപ്പാപ്പയുടെ പൊന്റിഫിക്കേറ്റിൻ്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് അത് ചെയ്തത്. നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പാപ്പായെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. രോഗിയായി പരിശുദ്ധ പിതാവ് ആശുപത്രിയിൽ കഴിയുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്ക് വായിക്കാനും ഈ ഇൻ്റർവ്യൂ വളരെ സഹായകരമാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് അത് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രതിനിധി മാർപ്പാപ്പയോട് ചോദിച്ച ചോദ്യം ഇതാണ്: 2023 അങ്ങ് മാർപ്പാപ്പ ആയതിൻ്റെ 10ാം വാർഷികമാണ്. കണക്കെടുക്കുന്നതിനുള്ള ഒരു നല്ല സമയമാണല്ലോ. അങ്ങേക്ക് ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനായോ? ഏതെല്ലാം പദ്ധതികളാണ് ബാക്കി ഉള്ളത് എന്ന ഒരു ചോദ്യമാണ് ആദ്യമേ അവർ ചോദിച്ചത്. അപ്പം മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ ചെയ്തതൊന്നും എൻ്റെ കണ്ടുപിടുത്തമോ ഒരു രാത്രി കണ്ട സ്വപ്നങ്ങളോ ഒന്നും അല്ല. പുതിയ മാർപ്പാപ്പ നടപ്പാക്കണമെന്ന് പ്രീ കോൺക്ലേവിൽ കർദിനാൾമാർ നിർദ്ദേശിച്ചവയെല്ലാം ഞാൻ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുകയായിരുന്നു. അതിൽ എൻ്റേതായി ഒന്നും ഉണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് കർദിനാൾമാർ നിർദ്ദേശിച്ച കൂരിയ നവീകരണം, അതായത് പ്രതിക്കാത്തെ എവാഞ്ചേലിയും എന്ന അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ പൂർത്തിയാക്കപ്പെട്ടത് അവർ നിർദ്ദേശിച്ച കാര്യങ്ങളാണ്. അതിന് 8.5 വർഷത്തെ അധ്വാനവും അന്വേഷണങ്ങളും വേണ്ടി വന്നു എന്നത് സത്യമാണ്. പ്രതിക്കാത്തെ എവാഞ്ചലിയും, സുവിശേഷം പ്രസംഗിക്കുക, എന്നാൽ ഒരു മിഷനറി ആവുക, ദൈവവചനം പ്രഘോഷിക്കുക എന്നാണ് അർത്ഥം. പ്രീ കോൺക്ലേവിൽ ഒരു കർദിനാൾ കൗതുകകരമായി പറഞ്ഞു, ഈശോ പറഞ്ഞു, ഞാനാണ് വാതിലും വിളിയും, ആരെങ്കിലും തുറന്നു തന്നാൽ ഞാൻ പ്രവേശിക്കും. ഇപ്പോൾ അവിടുത്തെ ആവശ്യം തന്നെ ഇപ്പോൾ ഈശോ പറയുന്നത് തന്നെ പുറത്തു വിടണമെന്നാണ്. എന്നാൽ നാം അവിടുത്തെ തടവിലാക്കിയിരിക്കുകയാണ്. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മുതൽ ഞാൻ അതിന് യോജിച്ച വിധം പ്രവർത്തിച്ച് തുടങ്ങുകയാണ് ചെയ്തത്. ഞാൻ ചെയ്യുന്നത് എൻ്റെ മാത്രമല്ല, കർദിനാൾ തിരുസംഘത്തിൻ്റെയും നിർദ്ദേശങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടാണ് എന്ന മറുപടിയാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത്. അടുത്തൊരു ചോദ്യം: അങ്ങയുടെ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ലാറ്റിൻ അമേരിക്കൻ സഭയുടെ മുദ്രയാണല്ലോ അത്. മാർപ്പാപ്പയുടെ ശൈലിയെപ്പറ്റിയാണ് ചോദിച്ചത്. മാർപ്പാപ്പ അതിന് ഉത്തരം പറഞ്ഞു, സത്യമായും അതുണ്ട് എന്ന് പറഞ്ഞു. മാറ്റങ്ങൾ എങ്ങനെയാണ് അവരിലൂടെ സാധ്യമാവുക എന്നതായിരുന്നു മറ്റൊരു ചോദ്യം. അതിന് മാർപ്പാപ്പ പറഞ്ഞു, ലാറ്റിൻ അമേരിക്കൻ സഭയ്ക്ക് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ സുദീർഘമായ ഒരു ചരിത്രമാണ് ഉള്ളത്. എപ്പിസ്കോപ്പൽ കോൺഫറൻസുകൾ അതാണ് വ്യക്തമായി ചെയ്യുന്നത്. ആദ്യം മെഡലിനിൽ, പിന്നെ പൂവബ്ലയിൽ, സാന്തോ ഡൊമിനിങ്കോയിൽ, അപ്രസാദായിൽ എല്ലാം ജനങ്ങളുമായുള്ള സംവാദമായിരുന്നു എന്ന് അവർ കൂടിയ കോൺഫറൻസുകളുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുത്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ എനിക്ക് വളരെ സഹായകമായി എന്ന് പരിശുദ്ധ പിതാവ് തുറന്ന് പറയുകയാണ്. നാം അക്ഷരാർത്ഥത്തിൽ ഒരു ജനകീയ സഭയായി, ദൈവജനത്തിൻ്റെ സഭയായി മാറി. നാം ആരെന്ന് നന്നായി തിരിച്ചറിയുന്ന ഒരു അർജന്റീനിയൻ ഫിലോസഫറാണ് റുഡോൾഫോ കുഷ്. കുഷിനെ വായിക്കണമെന്ന് ഞാൻ ശക്തമായി ശുപാർശ ചെയ്യുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ജനങ്ങളുടെ ഫിലോസഫിയെക്കുറിച്ചാണ് അദ്ദേഹം എപ്പോഴും എഴുതുന്നത്. അദ്ദേഹം എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം: അങ്ങ് കാലത്തിൻ്റെ തിന്മകളായി ആത്മാരാധന, സ്വയം ആരാധന, വിഷാദം,
ദോഷൈക ദൃഷ്ടി എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവയോട് എങ്ങനെയാണ് പോരാടേണ്ടത് എന്ന ചോദ്യമാണ് ചോദിച്ചത് മാർപ്പാപ്പയോട്. അതിന് മാർപ്പാപ്പ പറഞ്ഞ മറുപടി ആത്മാരാധന, തന്നെ തന്നെ അങ്ങോട്ട് ദൈവമായി വയ്ക്കുന്ന അവസ്ഥയ്ക്കാണത് പറയുന്നത്. വിഷാദം, ദോഷൈക ദൃഷ്ടി എന്നിവ വരുന്നത് മിറർ സൈക്കോളജി എന്നതിലാണ്. മാർപ്പാപ്പ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മിററിൽ കണ്ണാടിയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക എന്നെ തന്നെ. നാർസിസിസം നമുക്കറിയാമല്ലോ. ആ നാർസിസിസം എന്ന് പറയുന്ന ആൾ തന്നെ തന്നെ വെള്ളത്തിൽ നോക്കി, തന്നെ തന്നെ പ്രേമിച്ച്, തന്നെ തന്നെ വെള്ളത്തിൽ വീണ് മരിച്ചു എന്ന് പറയുന്ന ഒരു ഐതിഹ്യമുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് തന്നിൽ തന്നെ എല്ലാം പൂർത്തി കാണുന്ന ഒരവസ്ഥയെപ്പറ്റി മാർപ്പാപ്പ എപ്പോഴും പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ആത്മാരാധനക്കാരൻ കണ്ണാടിയിലേക്ക് നോക്കുന്നത് പോലെ തന്നിലേക്ക് നോക്കുന്നു. അത്തരത്തിലുള്ള നോട്ടം മുന്നോട്ട് നോക്കുന്ന ഒന്നല്ല. അതാണ് മാർപ്പാപ്പ പറയുന്നത്. തന്നിലേക്ക് തിരിഞ്ഞ് സ്വന്തം മുറിവുകൾ നോക്കുന്നതാണ്. ഒരാളെ മുന്നോട്ട് നയിക്കുന്നത് അപരനെന്ന ദർശനമാണ്. മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തയാണ് മറ്റുള്ളവരിലേക്ക് നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ കണ്ണാടിയിൽ നോക്കുന്നത് സ്വയം കാണാനും എന്നെക്കുറിച്ച് സങ്കടപ്പെടാനുമാണ്. 40 വർഷമായി ഞാൻ ചൊല്ലുന്ന വിശുദ്ധ തോമസ് മൂറിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതിങ്ങനെയാണ്: കർത്താവേ, എനിക്ക് നല്ല ദഹനശക്തി തരണമേ, ദഹിപ്പിക്കുവാൻ എന്തെങ്കിലും തരണമേ, എനിക്ക് നർമ്മബോധം നൽകണമേ, തമാശ ആസ്വദിക്കാനുള്ള കൃപ തരണമേ. നർമ്മബോധം നല്ല കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കാണാൻ നമ്മെ സഹായിക്കുന്നു. ദോഷൈകതീർക്കാവുന്നതിനും കണ്ണീരിൻ്റെ മനോഭാവത്തിൽ ജീവിക്കുന്നതിനും എതിരാണ് അത് എന്ന ചിന്ത പരിശുദ്ധ പിതാവ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈശോ സമൂഹത്തിൽപ്പെട്ടവനാണല്ലോ, സൊസൈറ്റി ഓഫ് ജീസസ് സഭ. ഈശോ സഭയെന്ന് നമ്മൾ പറയും. സഭ കർത്താവിൻ്റേതാണ്. പക്ഷേ ഇവിടെ ആ സൊസൈറ്റി ഓഫ് ജീസസ് അതിൻ്റെ അംഗമാണ്. അതിനെപ്പറ്റിയുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. 2022 ഓഗസ്റ്റിൽ കാനഡയിൽ നിന്ന് മടങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ പാരീസ് മാച്ചിൻ്റെ പ്രതിനിധി കരോളിന പിഗോസി ചോദിച്ചു, വിദേശ യാത്രകളിൽ പതിവുള്ളതുപോലെ അംഗമായി ഈശോ സഭയിലെ വൈദികരുമായി ആർച്ച് ബിഷപ്പ് ഹൗസിൽ ഇന്ന് കൂടിക്കണ്ടു. 2013 ജൂലൈ 28 ബ്രസീലിൽ നിന്ന് മടങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോഴും അങ്ങ് ഒരു ഈശോ സഭാംഗം എന്ന തോന്നലുണ്ടോ എന്ന്. ഉണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ഡിസംബർ 4 ഗ്രീസിൽ ആഥൻസിലെ ഈശോ സഭക്കാരെ കണ്ട ശേഷം അങ്ങ് പറഞ്ഞു, ആരെങ്കിലും ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചാൽ അതിനെ വളരാൻ അനുവദിക്കേണ്ടതുണ്ട് എന്ന്, അത് പ്രക്വത പ്രാപിക്കട്ടെ എന്ന്. ഓരോ ഈശോ സഭാംഗവും ഇത് ചെയ്യണം. തുടർന്ന് അവർ സൈഡിലേക്ക് മാറിപ്പോകണം എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. അപ്പോൾ അതിന് ഉടനെ അത് മാർപ്പാപ്പ പറഞ്ഞ കാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഈ അഭിപ്രായം ഈശോപ്പക്കാരനായ പാപ്പായ്ക്ക് ബാധകമാണോ എന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത്. ബാധകമാണെന്നാണ് ഞാൻ കരുതുന്നത്, മാർപ്പാപ്പ മറുപടി പറഞ്ഞു. അതായത് പല ഈശോസഭാ മേധാവികളെയും പോലെ അങ്ങും രാജിവെക്കുമെന്നാണോ അതിൻ്റെ അർത്ഥം എന്നൊരു ചോദ്യം ചോദിച്ചു. അതിന് മാർപ്പാപ്പ മറുപടി പറഞ്ഞു, അതെ എന്ന് തന്നെയാണ്. അതെ, അതൊരു ദൈവവിളിയാണ്. കർത്താവിൻ്റെ ഹിതം ചെയ്യാൻ അയാൾ ശ്രമിക്കും. ഈശോസഭക്കാരനായ മാർപ്പാപ്പയും അത് തന്നെ ചെയ്യും. അവിടുന്ന് മുന്നോട്ട് പോകുവാൻ പറഞ്ഞാൽ മുന്നോട്ട് പോവുക, മൂലയിലേക്ക് മാറാൻ പറഞ്ഞാൽ മൂലയിലേക്ക് മാറുക. അവനെന്ന് പറയുന്നത് പോലെ ആയിരിക്കും ചെയ്യുന്നത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. കർത്താവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അവിടുന്ന് എന്തെങ്കിലും പറയുന്നതായി കണ്ടാൽ അതെന്തെന്ന് വിവേചിക്കണം. കർത്താവ് എന്നെ മൂലയിലേക്ക് മാറ്റുകയാവും, അത് അവിടുത്തെ കാര്യമാണ്. അവിടുന്നാണ് എല്ലാറ്റിനും ഉത്തരവാദി. ഇതാണ് ഈശോസഭക്കാരുടെ ആത്മീയ രീതി. തീരുമാനങ്ങൾ എടുക്കുന്നതിന്
ആത്മീയ വിവേചിക്കൽ നടത്തും. ഈശോസഭ ദൈവവിളിയുടെ മർമ്മമാണ് വിവേചിക്കൽ. ഇക്കാര്യത്തിൽ ഈശോസഭാ സ്ഥാപകനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ ഉറച്ച നിലപാടെടുത്ത ആളാണ്. ആത്മീയ അനുഭവങ്ങളിലൂടെ കൈവന്ന വിവേചിക്കലാണ് അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ആത്മീയ അഭ്യാസങ്ങൾ വിവേചിക്കലിൻ്റെ പാഠശാലയാണ്. അതുകൊണ്ട് ഈശോസഭാംഗം വിളിയാലെ വിവേചിക്കലിൻ്റെ മനുഷ്യനായിരിക്കണം എന്ന് മാർപ്പാപ്പ പറഞ്ഞു. സാഹചര്യങ്ങളെ വിവേചിക്കുക, ഒപ്പം തന്നെ മനസാക്ഷിയെ വിവേചിക്കുക, എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെ വിവേചിക്കുക. അങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ കൂടുതലായും മാർപ്പാപ്പയോ ഈശോ സഭാംഗമോ? അടുത്തൊരു ചോദ്യം. അങ്ങ് കൂടുതലായും മാർപ്പാപ്പയാണോ അതോ ഈശോ സഭാംഗമാണോ? ഒരിക്കലും താരതമ്യം നടത്തിയിട്ടില്ല. ഈശോ സഭക്കാരുടെ രീതിയിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ എന്നാണ് കരുതുന്നത്. കാരണം പേപ്പൽ ആത്മീയത എന്ന ഒന്നില്ലല്ലോ. ഓരോ പാപ്പായും താൻ അനുകരിച്ചു വന്ന ആത്മീയത പിൻചെല്ലുന്നു. മനോഹരമായി മരിയൻ ആത്മീയത പിൻചെന്നിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമനെ കുറിച്ച് ഓർമ്മിക്കുക. അദ്ദേഹത്തിന് മരിയഭക്തി മുൻപേ ഉണ്ടായിരുന്നു. മാർപ്പാപ്പ ആയപ്പോഴും തുടർന്നു. പാപ്പാസ്ഥാനം ആത്മീയതയല്ല, അതൊരു ദൗത്യമാണ്, ഒപ്പം ചുമതലയുമാണ്, ശുശ്രൂഷയുമാണ്. അതിനാൽ ഈശോ സഭ ആത്മീയതയെയും പേപ്പൽ ആത്മീയതയെയും താരതമ്യപ്പെടുത്താനാവില്ല എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. 2016 ജൂലൈയിൽ പോളണ്ട് സന്ദർശനത്തിനിടെ ക്രാക്കോവ് ആർച്ച് ബിഷപ്പ് ഹൗസിൽ ഈശോ സഭാ വൈദികരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരംഗം മാർപ്പാപ്പയോട് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് ഈശോ സഭയിൽ അംഗമായത്, ജസ്യൂട്ട് ആയത് എന്ന ചോദ്യം. സന്യാസ ദൈവവിളി ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഞാൻ സെമിനാരിയിൽ ചേർന്നത് അതുകൊണ്ടാണ്. അക്കാലത്തെ എൻ്റെ കുമ്പസാരക്കാരൻ ജസ്യൂട്ട് വിരുദ്ധനായിരുന്നു. എനിക്കും ഡൊമിനിക്കൻ സന്യാസഭാക്കാരെയും അവരുടെ ഭൗതിക ജീവിതത്തെയും ആയിരുന്നു താല്പര്യം. അക്കാലത്ത് ഞാൻ രോഗിയായി. എനിക്ക് ശ്വാസകോശത്തിൽ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അതിനുശേഷം മറ്റൊരു വൈദികനായിരുന്നു എൻ്റെ ആത്മീയ നേതാവ്. പിൻകാലത്ത് ഈശോ സഭയിൽ ചേരുന്നതിനെക്കുറിച്ച് എൻ്റെ ആദ്യത്തെ ആത്മീയ നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല. അവിടെയാണ് കർത്താവിൻ്റെ കളി നടന്നത്. അക്കാലത്ത് എനിക്ക് സെമിനാരിയിൽ സന്യാസത്തിലെ പ്രാരംഭ പട്ടങ്ങൾ കിട്ടിയിരുന്നു. 1ാം വർഷ ദൈവശാസ്ത്രം പഠിക്കുമ്പോഴായിരുന്നു ഈ പട്ടം കിട്ടിയത്. റെക്ടറേറ്റിന് എന്നോട് ബ്യൂണസ് അയേഴ്സിലെ സഹായമെത്രാൻ ബിഷപ്പ് ഓസ്കാർ വില്ലനോയെ ചെന്ന് കാണാൻ ആവശ്യപ്പെട്ടു. തിരുക്കർമ്മത്തിന് ക്ഷണിക്കാൻ അദ്ദേഹത്തോട് പറയാനും ആവശ്യപ്പെട്ടു. ഞാൻ ചെല്ലുമ്പോൾ വില്ലേന രോഗിയായി കിടക്കുകയാണെന്നറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന മോൺസിഞ്ഞോർ എൻ്റെ ആത്മീയ നേതാവായ ആ പഴയ വൈദികനായിരുന്നു. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഈ ആദ്യത്തെ പട്ടം സ്വീകരിച്ചു. പല വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ അനുരഞ്ജനപ്പെട്ടത്. എന്താ പറയുക, ഞാൻ ഈശോ സഭയിൽ ചേർന്ന് അങ്ങനെയാണ് സംഭവിച്ചത്. കോങ്കോയിലെ ഈശോ സഭക്കാരുമായി ഫെബ്രുവരി 2 നടത്തിയ സംഭാഷണത്തിൽ ഒരു ചോദ്യമുണ്ടായി. ആ ചോദ്യമാണ് അടുത്തതായിട്ട് ചോദിച്ചത്. ഈശോ സഭാംഗമെന്ന നിലയിൽ അങ്ങ് സഭയിൽ അധികാര പദവികളൊന്നും മോഹിക്കില്ലെന്ന് വ്രതമെടുത്ത ആളാണല്ലോ. മെത്രാൻ സ്ഥാനവും കർദിനാൾ പദവിയും പാപ്പാസ്ഥാനവും സ്വീകരിക്കുവാൻ പ്രേരിപ്പിച്ച ന്യായം എന്താണ് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. ഞാൻ ആത്മാർത്ഥമായാണ് ഈശോ സഭാംഗമായി വ്രതമെടുത്തത്. മുൻപ് ഞാൻ മിഗിവേലിലെ സഹായമെത്രാൻ പദവി വാഗ്ദാനം ചെയ്തപ്പോൾ ഞാൻ നിരസിച്ചു. ഉത്തര അർജന്റീനയിലെ കോറിയന്തസ് മേഖലയിൽ ബിഷപ്പാകാൻ ആവശ്യപ്പെട്ടപ്പോൾ അതും നിരസിച്ചു. ഞാൻ എടുത്ത വ്രതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 പദവികളും ഞാൻ തിരസ്കരിച്ചത്. 3ാം തവണ എന്നെ കാണാൻ നുൻഷ്യോ വന്നത് ഈശോ സഭ സുപ്പീരിയർ ജനറൽ ഫാദർ പീറ്റർ ഹാൻസ് കോൾവൻബാക്കിൻ്റെ ഒപ്പുവെച്ച സമ്മതപത്രവുമായിട്ടാണ്. ഞാൻ പത്രാസനം സ്വീകരിക്കുന്നതിന് അദ്ദേഹം അംഗീകാരം നൽകുന്നതായിരുന്നു ആ കത്ത്.
ബ്യൂണസ് അയേഴ്സിലെ ഒരു സഹായമെത്രാനായിട്ടായിരുന്നു നിയമനം. അനുസരണത്തിൻ്റെ അരൂപിൽ ഞാനത് സ്വീകരിച്ചു. തുടർന്ന് കോഅഡ്ജത്തൂർ ബിഷപ്പായി അവിടെ നിയമിതനായി. 2001 കർദിനാൾ സംഘത്തിൽ എന്നെ അംഗമാക്കി. ബെനഡിക്റ്റ് മാർപ്പാപ്പ വിരമിച്ച ഒഴിവിൽ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ നടന്ന കോൺക്ലേവിൽ അർജന്റീനയിലെ രൂപത ആസ്ഥാനത്തേക്ക് വളരെ പെട്ടെന്ന് മടങ്ങാനായി ഒരു ചെറിയ ബ്രീഫ് കേസുമായിട്ടാണ് ഞാൻ വന്നത്. എന്നാൽ എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. വ്രതം സംബന്ധിച്ച ഈശോ സഭയുടെ വ്യത്യസ്തത ഞാൻ മനസ്സിലാക്കുന്നു. മെത്രാൻ സ്ഥാനം സ്വീകരിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചതാണ്. അടുത്തൊരു ചോദ്യം, ഈശോ സഭ മെത്രാന്മാരിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്താണ്? ഈശോ സഭയിൽ നിന്നൊരു മെത്രാൻ ഉണ്ടാകുന്നത് സഭയുടെ ആവശ്യമനുസരിച്ച് മാത്രമാണ്. ഈശോ സഭ വൈദികരെ ബിഷപ്പ് ആകുന്നതിൽ നിന്ന് തടയുന്ന വ്രതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, മാർപ്പാപ്പ പറഞ്ഞു. എന്നാൽ സഭയുടെ നന്മയ്ക്ക് നമ്മുടെ സേവനം അത്യാവശ്യമാകുമ്പോൾ അതാണ് നടക്കേണ്ടത്. ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. ഈശോ സഭയിൽ നിന്നൊരാളെ മെത്രാനാക്കാൻ സഭാതലത്തിൽ ആലോചന നടക്കുന്നതായി പ്രൊവിൻഷ്യാളോ ജനറാളോ അറിഞ്ഞാൽ അവർ ഇടപെടാറുണ്ട്. എങ്ങനെ ഈശോ സഭയെ പ്രതിരോധിക്കണമെന്ന് അവർക്കറിയാം. എന്നാൽ അങ്ങനെ തീരുമാനിക്കപ്പെട്ടാൽ അത് അനിവാര്യമാകുന്ന സാഹചര്യത്തിൽ നടപ്പാകണം. ഒരു പ്രത്യേക സംഭവം മനസ്സിൽ വെച്ചാണ് ഞാൻ പറയുന്നത്. ഒരു സാഹചര്യത്തിൽ മെത്രാനായി പരിഗണിക്കപ്പെടുന്ന 3 പേരിലെ ഒന്നാമൻ ഈശോ സഭാംഗമാണെങ്കിലും രണ്ടാമനെ ആ പദവിയിൽ മതിയാക്കാമെങ്കിൽ രണ്ടാമനെ തന്നെ ആവും നിയമിക്കുക. രാജിക്കുള്ള സാധ്യതയെക്കുറിച്ചായിരുന്നു അടുത്ത ചോദ്യം. പിതാവേ, ഓഗസ്റ്റ് അവസാനം ഒരു കൺസിസ്റ്ററി ഉണ്ട്. പലരും ചോദിക്കുന്നത് അങ്ങ് രാജിയെക്കുറിച്ച് ചിന്തിക്കുന്നുവോ എന്നാണ്. ഞാനത് ചോദിക്കുന്നില്ല. എങ്കിലും പിൻഗാമിക്ക് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ എന്നായിരുന്നു ഒരു ചോദ്യം ചോദിച്ചത്. അതിനും പരിശുദ്ധ പിതാവ് നൽകിയ മറുപടി ഇതാണ്: അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതേക്കുറിച്ച് ചിന്തിക്കുവാൻ ഞാൻ ഒരിക്കലും ധൈര്യപ്പെട്ടിട്ടില്ല. അത് എന്നേക്കാൾ, നമ്മിൽ ആരെക്കാളും മനോഹരമായി ചെയ്യാൻ പരിശുദ്ധാത്മാവിന് കഴിയും. കാരണം അവിടുന്നാണ് പാപ്പായുടെ തീരുമാനങ്ങളെ പ്രചോദിപ്പിക്കുന്നത്. അവിടുന്ന് സഭയിൽ ജീവിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കൂടാതെ സഭയെക്കുറിച്ച് ചിന്തിക്കാനേ ആവില്ല. അവിടുന്നാണ് മാറ്റങ്ങൾ വരുത്തുന്നത്. ഐക്യത്തെക്കാൾ യോജിപ്പിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വിശുദ്ധ ബേസിൽ പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, അതായത് അവിടുന്ന് ഐക്യമാണ്, യോജിപ്പാണ്. ഇനി എൻ്റെ രാജിയിലേക്ക് നയിക്കാവുന്നതിൻ്റെ സൂചനകൾ ഉൾപ്പെടുത്തി നിങ്ങളിൽ ഒരാൾ എഴുതിയ മനോഹരമായ ലേഖനത്തിന് എനിക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞു. ഒരു പത്രപ്രവർത്തകൻ വളരെ ശ്രദ്ധാപൂർവം നിറവേറ്റിയ ദൗത്യമായിരുന്നു അത്. അദ്ദേഹം ഒരു നിഗമനത്തിലെത്തുകയും ചെയ്തിരിക്കുന്നു. കേവലം പ്രസ്താവനകൾ മാത്രമല്ല, അടയാളങ്ങളാകാവുന്ന ദുർഗ്രഹമായ ഭാഷ വരെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അടയാളങ്ങളെ വായിച്ചെടുക്കുവാൻ സാധിക്കുന്നതും അവയെ വ്യാഖ്യാനിക്കുവാൻ പരിശ്രമിക്കുന്നതും മനോഹരമായ പ്രവൃത്തിയാണ്. ഞാൻ അതിന് മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് നന്ദി പറയുന്നു എന്ന് സൂചിപ്പിച്ചു. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളിൽ വിരമിക്കാറായതായി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അവന് ഉത്തരം പറഞ്ഞു, വാതിൽ തുറന്നു തന്നെ കിടക്കുകയാണ്. അത് സ്വാഭാവികമായ സാധ്യതയാണ്. ആ സാധ്യതയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്ര ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇനിയും ഉണ്ടായിട്ടില്ല. അതിനർത്ഥം നാളെ ഞാൻ അങ്ങനെ ചിന്തിക്കില്ല എന്നല്ല. ആത്മാർത്ഥമായി പറയട്ടെ, ഇപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. എല്ലാം കർത്താവല്ലേ പറയുക. വാതിൽ തുറന്നു കിടക്കുന്നു. അങ്ങ് രാജിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് മറ്റൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, അക്കാര്യം മനസ്സിൽ ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഞാൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട
2 മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു കത്തെഴുതി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ താർസീസിയോ ബെർത്തോണോയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കത്ത് എവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് രാജി എഴുതി കൊടുക്കാനുള്ള ആരോഗ്യമോ മാനസികാവസ്ഥയോ ഇല്ലാതായാൽ അതെൻ്റെ രാജിക്കത്താവും. ഹിറ്റ്ലർ തന്നെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുമെന്ന് സംശയിച്ച 12-ാം പീയൂസ് മാർപ്പാപ്പ അത്തരമൊരു കത്ത് എഴുതിയിരുന്നു. യൂജിനോ മരിയോ ജിയോവാനി പച്ചല്ലി, അത് അദ്ദേഹത്തിൻ്റെ പഴയ പേരാണ്, മാത്രമാവും കീഴടങ്ങുന്നത് 12-ാം പീയൂസ് മാർപ്പാപ്പ ആവില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാർപ്പാപ്പ എടുത്തു പറഞ്ഞു. അങ്ങ് പത്രോസിൻ്റെ സിംഹാസനം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് അടുത്തതായിട്ട് വന്നത്. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയ്ക്ക് രാജിവെക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. ആരോഗ്യ കാരണങ്ങളാൽ ചുമതലയിൽ തുടരാനാവില്ലെന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഇപ്പോൾ രാജിക്കാര്യം എൻ്റെ അജണ്ടയിലില്ല. മാർപ്പാപ്പയുടെ ദൗത്യം ജീവിതകാലത്തേക്കുള്ളതാണ് എന്ന് ആദിപീഠം എന്ന് കരുതുന്നു. അങ്ങനെ ആകാതിരിക്കുന്നതിന് ന്യായമൊന്നും ഞാൻ കാണുന്നില്ല. ചരിത്ര പാരമ്പര്യവും സുപ്രധാനമാണ്. നേരെ മറിച്ച് നാട്ടിലെ സംഭവങ്ങൾ കേട്ടാൽ 6 മാസം കൂടുമ്പോൾ നമുക്ക് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കേണ്ടി വരുമല്ലോ എന്ന ഒരു നർമ്മ ചിന്തയാണ് അവതരിപ്പിച്ചത്. നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായ 1-2 ചോദ്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ചോദിച്ചത് നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയുടെ ഒരു ഹൃദയം മനസ്സ് വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഈ അർജന്റീനിയൻ ന്യൂസ് സർവീസിന് നൽകിയത്. നമുക്ക് തുടർന്ന് മാർപ്പാപ്പയുടെ തന്നെ വാക്കുകൾ കേൾക്കാൻ അവസരമുണ്ടാകട്ടെ, മറ്റ് പ്രസംഗങ്ങൾ കേൾക്കാൻ ഇടയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല നോയമ്പ് കാലം.